Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പ്രകൃതി രമണീയമായ എടക്കുന്ന് പുലിക്കല്ലിന് മുന്നിൽ പഞ്ചായത്തിന്റെ മാലിന്യ ശേഖരണ കേന്ദ്രം നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ പരാതികളുമായി നാട്ടുകാർ. ഈ കേന്ദ്രം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറ്റണമെന്നാണ് ആവശ്യം. പ്രകൃതി രമണീയമായ എടക്കുന്ന് പുലിക്കല്ല് പാറ കാണുന്നതിന് നിരവധി സന്ദർശകരാണ് എത്താറുള്ളത്. പഞ്ചായത്തിന്റെ മാലിന്യ ശേഖരണ കേന്ദ്രം ഇവിടെ നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. കറുകുറ്റി പഞ്ചായത്തിലെ 5-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പുലിപ്പാറയ്ക്ക് മുൻപിലാണ് ഇപ്പോൾ ഈ പരിസരവാസികൾ നിൽക്കുന്നത്. ഇതിന്റെ ചുറ്റളവിൽ ഒരു 10-20 വീടുകളോളം ഇപ്പോൾ ഉണ്ട്. കർഷകരായ കുറച്ച് ജനങ്ങളാണ് ഇവിടെയുള്ളത്. സ്വൈര്യ ജീവിതത്തെ കറുകുറ്റി പഞ്ചായത്ത് മലിനമാക്കിക്കൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ പദ്ധതിയുമായി കറുകുറ്റി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. പുലിക്കല്ലിന് മുൻവശം റവന്യൂ ഭൂമി ആയിരുന്ന ഭൂമിയെ കളക്ടറെ അടക്കം തെറ്റിദ്ധരിപ്പിച്ച് റവന്യൂവിൽ നിന്ന് ഭൂമി വാങ്ങി അതിന്റെ മുൻപിലാണ് ഇപ്പോൾ ഈ MCF സ്ഥാപിക്കാനുള്ള ഉദ്ദേശവുമായി പഞ്ചായത്ത് പോകുന്നത്. സ്കൂളിൽ നിന്നും കുട്ടികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഒഴിവു സമയങ്ങളിൽ സന്ദർശിക്കുന്ന ഇടമാണ് പുലിക്കല്ല്. 24 മീറ്ററിലേറെ ഉയരമുള്ള പുലിക്കല്ല് കാണുന്നതിനും അകത്തെ ഗുഹയിൽ കയറുന്നതിനും മറ്റുമായാണ് ആളുകൾ ഇവിടെ എത്തുന്നത്. ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ സാധാരണ നടക്കാൻ വരുന്ന ഒരു സ്ഥലമാണിത്. തികച്ചും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത നല്ലൊരു സ്ഥലം, പൊല്യൂഷൻ വളരെ കുറഞ്ഞ ഒരു സ്ഥലം, നല്ല ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലം. ഈ കാഴ്ച തന്നെ വളരെ ഭംഗിയുള്ളതായതുകൊണ്ട് പലരും ഇങ്ങോട്ട് ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പഞ്ചായത്ത് എടുത്തിരിക്കുന്ന ഈ തീരുമാനം തികച്ചും ഭാവനാശൂന്യമാണ്. പണ്ട് പുലി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായിരുന്നു ഇവിടമെന്ന് നാട്ടുകാർ പറയുന്നു. വന്യമൃഗങ്ങളൊക്കെ ഒഴിഞ്ഞതോടെ പാറ കാണുന്നതിനും അവിടെ കുറച്ചുനേരം ചിലവഴിക്കുന്നതിനും സന്ദർശകർ എത്തിത്തുടങ്ങി. 70-ലേറെ വീടുകളാണ് ഈ ഭാഗത്തുള്ളത്. അതിൽ 15ഓളം വീടുകൾക്ക് നടുവിലായാണ് പുലിക്കല്ല് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. മാലിന്യ ശേഖരണ കേന്ദ്രം പുലിക്കല്ലിനെ മറച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നതെന്ന് പരിസ്ഥിതി സംരക്ഷണ സമിതി ആരോപിച്ചു. നമ്മുടെ തൊട്ടടുത്ത് തന്നെ SMS എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവിടുത്തെ കുട്ടികൾ ഇവിടെ വന്ന് ഉച്ച സമയത്തും അതുപോലെ വൈകുന്നേരങ്ങളിലും സമയം ചെലവഴിക്കുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലെ കുട്ടികളെ പണ്ട് കാലത്തെല്ലാം അവരുടെ ടീച്ചേഴ്സ് ഇവിടെ ഈ പുലിപ്പാറ കാണിക്കാൻ കൊണ്ടുവരും. അങ്ങനെ ഈ പ്രകൃതി മനോഹരമായ ഈ പ്രദേശത്ത് കറുകുറ്റി പഞ്ചായത്തിൻ്റെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ആ കറുകുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജോ പറമ്പിയുടെ ഗുണ്ടായിസമാണ് ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ കഴിഞ്ഞ ഗ്രാമസഭയിൽ റെസിഡൻസ് അസോസിയേഷന്റെ പേരിൽ ഒരു ലെറ്റർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഗ്രാമസഭയിൽ സമർപ്പിച്ചപ്പോൾ ഈ പ്രദേശത്ത് ഒരു വയോജനങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉതകുന്ന രീതിയിൽ ഒരു പാർക്ക് സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ പഞ്ചായത്ത് ഗ്രാമസഭയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റും ഈ അന്ന് പഞ്ചായത്ത് മെമ്പറും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഞങ്ങൾക്ക് ഉറപ്പ് തന്നു ഇവിടെ പാർക്ക് സ്ഥാപിക്കാം. ആ മിനിറ്റ്സിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അതിവിടെ നടപ്പാക്കും എന്ന് ഉദ്ദേശത്തോടെ നീങ്ങുന്ന ഷൈജോ പറമ്പിയും കൂട്ടരെയും ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും എന്ന് പറയാൻ ഉദ്ദേശിച്ചു. ഈ കേന്ദ്രം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റു ഏതെങ്കിലും ഭാഗത്തേക്ക് മാറ്റണമെന്നാണ് സമിതിയുടെ ആവശ്യം. MCF ആണ് പുലിക്കല്ലിൽ സ്ഥാപിക്കുന്നതെന്നും മലിനീകരണ പ്രശ്നം ഉണ്ടാകില്ലെന്നുമാണ് പഞ്ചായത്തിന്റെ നിലപാട്. കറുകുറ്റി പഞ്ചായത്തിലെ 5-ാം വാർഡിലെ മെമ്പറാണ്. എൻ്റെ പേര് ടോണി പറപ്പള്ളി. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കറുകുറ്റി പഞ്ചായത്തിലെ തന്നെ ഒരു പ്രകൃതിയുടെ ഒരു അനുഗ്രഹമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നമുക്ക് പറയാം. ശരിക്കും എല്ലാ പഞ്ചായത്തിലും MCF വേണം എന്നുള്ളത് എല്ലാ സർക്കാരിൻ്റെ ഒരു ഇതാണ്. പക്ഷേ കറുകുറ്റി പഞ്ചായത്തിൽ ഈ സ്ഥലം അല്ലാതെ തന്നെ കറുകുറ്റി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥലങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ട്. ഇവിടെ ലിൻഡുചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കറുകുറ്റി പ്രദേശത്ത് കിടപ്പുണ്ട്, അതുപോലെ തന്നെ ഏഴാറ്റുപുഴ ഭാഗത്ത് കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും കൊടുക്കാണ്ട് ഈ നമ്മുടെ ഈ വാർഡിൽ ഇത് റവന്യൂ ഭൂമിയാണെങ്കിലും ഒരു പ്രാവശ്യം MP-യുടെ മീറ്റിംഗ് ഉണ്ടായിരുന്ന സമയത്ത് MP-യും കളക്ടറുമായിട്ടുള്ള മുമ്പിൽ മീറ്റിംഗ് ഉണ്ടായിരുന്ന സമയത്ത് അന്ന് മെമ്പറായിരുന്ന ഞാൻ ഈ സ്ഥലം നമ്മൾ പിള്ളേർക്ക് കളിക്കുന്നതിനുള്ള പാർക്കിന് വേണ്ടി വിട്ടു തരുമോ എന്നുള്ള രീതിയിൽ നമ്മൾ അന്ന് കളക്ടറോട് അഭിപ്രായം ചോദിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് കളക്ടർ പറഞ്ഞത് അതിനൊന്നും തരത്തില്ല, MCF-ന് മാത്രം തരുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. ഈ പറയുന്ന MCF പണിയാനുള്ള സ്ഥലം ശരിക്കും ഇവിടെയും പോരായ്മയുണ്ട്.
ഇവിടെ എല്ലാം റവന്യൂ നമ്മുടെ കനാൽ പുറമ്പോക്കുകളായിട്ട് ജനവാസ മേഖല അല്ലാത്ത സ്ഥലങ്ങൾ, ഇഷ്ടംപോലെ സ്ഥലങ്ങൾ, എത്ര വലിപ്പത്തിൽ വേണമെന്നുള്ള MCF പണിയാനുള്ള സ്ഥലം നിലവിൽ അവിടെയുണ്ട്. പക്ഷെ അവിടേക്കൊന്നും പോകാതെ ഇവിടെ തന്നെ പണിയണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയിലാണ് ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് കമ്മിറ്റി നിൽക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ എൻ്റെ ഈ വാർഡിലെ ഇവിടെയുള്ള ആളുകളോടൊപ്പം തന്നെയാണ് മെമ്പർ എന്ന നിലയിൽ ഞാൻ നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം കൂടി ഇവിടെ വ്യക്തമാക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇവിടെ ശേഖരിക്കുന്നത്. സർക്കാർ ഇതിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന് ലഭിക്കുന്ന റവന്യൂ പുറമ്പോക്കിലാണ് MCF സ്ഥാപിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് തരംതിരിച്ച ശേഷം ക്ലീൻ കേരളയ്ക്ക് കൈമാറുന്ന പദ്ധതിയാണെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഈ പദ്ധതിയുടെ മുൻകൂട്ടി ഗ്രാമസഭയിൽ പ്രസിഡന്റ് നൽകിയ ഉറപ്പ് നഗ്നമായി ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഗ്രാമസഭാ മിനിറ്റ്സ് ബുക്കിൽ അതിനകത്ത് ഞങ്ങൾ കൊടുത്ത റെസൊല്യൂഷന് മറുപടിയായി പ്രസിഡന്റ് തന്നിരിക്കുന്ന ഉറപ്പാണ് 5-ാം വാർഡിൽ MCF സ്ഥാപിക്കില്ല എന്നുള്ളത്. മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത് താഴെ കോട്ടച്ചിറയിൽ കോടതി വിധി ഉണ്ടായിട്ടും അതിനെ മറികടന്നാണ് ഇപ്പോൾ ഇതിന്റെ മുൻപിൽ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും വ്യക്തിപരമായുള്ള വൈരാഗ്യം തീർക്കാനായിട്ടാണ് ഇപ്പോൾ ഈ പദ്ധതി ഈ പാറയുടെ മുൻപിൽ തന്നെ സ്ഥാപിക്കണം. വേറെ ഒരുപാട് സ്ഥലം പഞ്ചായത്തിനുണ്ട്. 7-ാം വാർഡിൽ സ്ഥലമുണ്ട്, അതുപോലെ തന്നെ പാവട്ടാക്കുന്നിൽ സ്ഥലം കെടുക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ലംഘിക്കപ്പെട്ട് ഇതിന്റെ മുമ്പിൽ സ്ഥാപിക്കണം, ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ മുമ്പിൽ സ്ഥാപിക്കണം എന്നുള്ള വാശി പഞ്ചായത്ത് ഉപേക്ഷിക്കണം. ഈ പരിസരവാസികളുടെ ഒരു ആവശ്യമാണത്. പുലിക്കല്ലിന്റെ മുന്നിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ സംഭരണ കേന്ദ്രം മാറ്റി സ്ഥാപിക്കുന്നതുവരെ പ്രക്ഷോഭം നടത്താനുള്ള തീരുമാനത്തിലാണ് കറുകുറ്റി എടക്കുന്ന നിവാസികൾ. ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലം ഞങ്ങൾക്ക് പഞ്ചായത്ത് ഒരുക്കി തരണം. ഞങ്ങൾക്ക് ഈ പാറയുമായി കയറി കളിക്കാനും ഇവിടെ കളിക്കാനുള്ള ഒരു സ്ഥലം പഞ്ചായത്ത് ഒരുക്കി തരണം. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.